യഥാർത്ഥ ആൺകുട്ടിയുടെയും യഥാർത്ഥ പെൺകുട്ടിയുടെയും മൂന്നാമത്തെ അടയാളം വൽഖാനിതീന വൽഖാനിതാത്ത്. അവർ അല്ലാഹുവിനോട് ഭക്തിയുള്ളവരായിരിക്കും. അല്ലാഹുവിനോട് ഭക്തിയുള്ളവരായിരിക്കും ആണും പെണ്ണും. നമുക്ക് അല്ലാഹുവിനോട് ഭക്തിയുണ്ടോ? ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അതാണ് ഭക്തി. നിസ്കാരം ഭക്തിയോടെ നിർവഹിക്കണം. ഈ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളും സർവ്വ സൃഷ്ടിജാലങ്ങളും ഭക്തിയോടെ ഇബാദത്ത് ചെയ്യുന്നത്. ഭക്തിയോടെ ഇബാദത്ത് ചെയ്യാത്ത ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അതാരാ? മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് അള്ളാഹു കാണുന്നുണ്ട്. ഇബാദത്ത് അള്ളാഹു ഈ ഇബാദത്ത് കാണുന്നുണ്ട്. അത് യഥാർത്ഥ രൂപേണ അതിന്റെ മര്യാദയോടുകൂടി ഹുശൂഓടുകൂടി നല്ലതുപോലെ നിർവഹിക്കുക, അതാണ് ഭക്തി. ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും അള്ളാഹുവിന്റെ ഭക്തിയോടുകൂടി ഇബാദത്ത് ചെയ്യുന്നവരാണ്. വലഹു മാ ഫിസ് സമാവാതി വൽ അർദ് കുല്ലുൻ ലഹു ഖാനിതൂൻ. ആകാശഭൂമികളിലുള്ളതെല്ലാം നീലപ്പട്ട് പുതച്ചുന്ന നീലമലകളും പച്ചപ്പട്ട് പുതച്ചുറങ്ങുന്ന താഴ്വരകളും അതിമനോഹരമായ വയലുകളും ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളും അലയടിച്ചു നിൽക്കുന്ന കടലും നക്ഷത്രങ്ങൾ തിളങ്ങുന്ന ആകാശവും കാറ്റിന്റെ തലോടലും മഴത്തുള്ളികളുടെ മർമരങ്ങളും മനസ്സിനെ സമാധാനിപ്പിക്കുന്ന തണുപ്പും പൂവും പൂനിലാവും തെളിഞ്ഞ സൂര്യപ്രകാശവും മഴക്കാലത്ത് മഞ്ഞണിഞ്ഞു നിൽക്കുന്ന മാമലകളും വസന്തകാലത്ത് പൂത്തു നിൽക്കുന്ന കാടുകളും അസ്തമയ സൂര്യന്റെ ശോഭയും മഴവില്ലിന്റെ ഭരണഭംഗിയുമെല്ലാം ഉൾപ്പെടുന്ന ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങളും വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ലുൻ ലഹു ഖാനിതൂൻ. ഭക്തിയോടുകൂടി ഇബാദത്ത് ചെയ്യുന്നവരാ ജീവജാലങ്ങൾ, ഭക്തിയോടുകൂടി ഇബാദത്ത് ചെയ്യുന്നവരാ സസ്യജാലങ്ങൾ, ഭക്തിയോടുകൂടി ഇബാദത്ത് ചെയ്യുന്നവരാ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, തവളകളെ നിങ്ങൾ കൊന്നുകളയരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തവളകളെ നിങ്ങൾ കൊന്നുകളയാൻ പാടില്ല. എന്തേ കൊല്ലാൻ പാടില്ലാത്തത്? നഖീഖുഹാ തസ്ബീഹ്. തവളയുടെ ശബ്ദമുണ്ടല്ലോ, തവളയുടെ കരച്ചിലുണ്ടല്ലോ, അത് ഭക്തിയോടുകൂടി തസ്ബീഹ് ചൊല്ലുകയാ. തവള ചിലപ്പോ കരയുന്ന കേട്ടിട്ടില്ലേ? തവള എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? ആ തവള ചിലപ്പോ കരയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അതിന്റെ ആ കരച്ചിൽ എന്താ? നഖീഖുഹാ തസ്ബീഹ്. അത് ഭക്തിയോടുകൂടി സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ തെരുവോരങ്ങളിലൂടെ നടന്നു പോകുമ്പോ, മദീനയിലെ തെരുവീതികളിലൂടെ നടന്നു പോകുമ്പോ കുറെ മനുഷ്യന്മാര് ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും ഇരുന്ന് സംസാരിക്കുകയാ, ആർത്തട്ടഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാ, കളിതമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ മുഖത്തിന്റെ ഭാവം മാറുകയാ. ആ മനുഷ്യരോട് പറയുന്നു, നിങ്ങളൊരു ജീവിയെ ഉപയോഗിക്കുന്നുവെങ്കിൽ, വാഹനമായി ഉപയോഗിക്കുന്നെങ്കിൽ ഇർകബൂഹാ സ്വാലിഹാ ഇർകബൂഹാ സ്വാലിഹാ വദ്ഉഹാ സാലിമാ. നല്ല നിലയിൽ മാത്രം അതിനെ ഉപയോഗിക്കുക, ആവശ്യം കഴിഞ്ഞാൽ നല്ല നിലയിൽ അതിനെ വിട്ടുകളയുക. വലാ തത്തഖിദൂഹാ കറാസിയ ലിഅഹാദീസികും ബിത്തുറുകി വല്ലസുവാക്. വഴിയോരങ്ങളിലും ചന്തകളിലും ഇരുന്ന് നിങ്ങൾക്ക് അനാവശ്യം പറയാൻ, കളിച്ചിരിയിലും തമാശയിലും ഏർപ്പെടാൻ വേണ്ടി ആ മൃഗങ്ങളെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അല്ലാഹുവിനെ ഭക്തിയോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന ജീവികളാണ് അതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ. ഈ ലോകത്തെ സർവ്വ ജീവജാലങ്ങളും അല്ലാഹുവിനെ ഭക്തിയോടുകൂടി ഇബാദത്ത് എടുക്കുകയാ. ആത്മീയമായ സാന്നിധ്യത്തോടുകൂടി, ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഇബാദത്ത് എടുക്കുകയാ. പക്ഷേ മനുഷ്യന്മാര് മാത്രമാ പിറകോട്ട്, അല്ലേ? നമസ്കാരം എങ്ങനെയാ? നമസ്കാരം എങ്ങനെയാ? ഭക്തിയോടുകൂടി നമസ്കാരം. ഇന്ന് ഇശാ നമസ്കാരത്തില് ഉസ്താദ് ഓതിയ സൂറത്ത് ഏതാ? ഇന്ന് ഇശാ നമസ്കാരത്തില് ഉസ്താദ് ഓതിയ സൂറത്ത് ഏതാ? ഒന്നാമത്തെ രണ്ടാമത്തെ റക്അത്ത്. ഓർമ്മയുണ്ടോ? മറന്നുപോയി. ഭക്തി നമസ്കാരം, ഭക്തിയോടുകൂടി നമസ്കാരം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാളാകുമ്പോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആളുകൾ പള്ളിയിൽ നമസ്കരിക്കാൻ ഒരുപാട് കാണും, പക്ഷേ സ്വീകാര്യോഗ്യമായ നമസ്കാരം ഒന്നും കാണൂല. സ്വീകാര്യോഗ്യമായ നമസ്കാരം ഒന്നും കാണൂല. പൂർണ്ണമായ ഇഖ്ലാസോടെ ഭക്തിയോടെ രണ്ട്
5 റക്അത്ത് നമസ്കാരമെങ്കിലും നമസ്കരിച്ചിട്ടുണ്ടെന്ന് പറയാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയോ? 2 റക്അത്ത് നമസ്കാരം പൂർണ്ണമായി ഇഖ്ലാസോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരത്തിലെ വീഴ്ചകളൊക്കെ പരിഹരിച്ചു നൽകുമാറാവട്ടെ. പൂർണ്ണമായി ഇഖ്ലാസോടെ ഭക്തിയോടുകൂടി നമസ്കരിക്കുന്ന നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ ആയത്തുകൾ പരിശോധിക്കുമ്പോൾ അല്ലാഹ് പറയുന്നത് ഭക്തിയോടെ ഇബാദത്ത് ചെയ്യാനാ, ഭക്തിയോടെ നമസ്കരിക്കുക. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹായുടെ അടുക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിച്ചു പറഞ്ഞു, യാ മറിയമു ഖുനതി ലിറബ്ബികി വസ്തുദി വർകഈ മഅർ റാകിഈൻ. അല്ലയോ മറിയമേ, മറിയമേ, വസ്തുദി ലിറബ്ബികി, നിന്റെ റബ്ബിന് വേണ്ടി നീ സുജൂദ് ചെയ്യുക. യാ മറിയമു ഖുനതി ലിറബ്ബികി, നിന്റെ റബ്ബിലേക്ക് നീ ഭക്തിയോടെ മടങ്ങുക, ഭക്തിയോടുകൂടി ഇബാദത്ത് ചെയ്യുക. പരിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്തിൽ അല്ലാഹ് നമ്മോട് പറയുന്നു, ഹാഫിദു അല സ്വലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. ഹാഫിദു അല സ്വലവാതി വസ്സലാത്തിൽ വുസ്താ, നമസ്കാരത്തെ നിങ്ങൾ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ നിർവഹിക്കണം. വസ്സലാത്തിൽ വുസ്താ, ഉസ്താ നമസ്കാരത്തെ നിങ്ങൾ പ്രത്യേകമായി സൂക്ഷിക്കണം. ഏതാ ഉസ്താ നമസ്കാരം? പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പല നമസ്കാരങ്ങളെയും പറയുന്നു. ഒന്നാമതായി പണ്ഡിതന്മാർ പറയുന്നു അസ്ര നമസ്കാരമാണ്. വേറെ കുറെ പണ്ഡിതന്മാർ പറയുന്നു സുബ്ഹി നമസ്കാരമാണ്. ഹാഫിദു അല സ്വലവാത്തി, എല്ലാ നമസ്കാരങ്ങളും നിങ്ങൾ സൂക്ഷ്മതയോട് നിർവഹിക്കണം, പ്രത്യേകിച്ച് വസ്സലാത്തുൽ വുസ്താ, അസ്ര നമസ്കാരം. മറ്റൊരു അഭിപ്രായത്തിൽ സുബ്ഹി നമസ്കാരം അത് ഭക്തിയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ നിർവഹിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. മഹാന്മാരുടെ നിസ്കാരമൊക്കെ നമുക്കറിയാം, ധാരാളം ചരിത്രങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിൽ ഒരു അമ്പ് തറയ്ക്കുകയാ. അലി റളിയല്ലാഹു അൻഹു ശക്തമായ വേദനയുണ്ട്. ആളുകൾ ആ അമ്പ് വലിച്ചൂരാൻ ശ്രമിക്കുന്നു, പക്ഷേ വലിച്ചൂരാൻ കഴിയുന്നില്ല വേദന നിമിത്തം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാ, ഞാൻ നമസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആ അമ്പ് വലിച്ചൂരണേ സ്വഹാബ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിലേക്ക് നിൽക്കുകയാ. സ്വഹാബാക്കൾ അമ്പ് വലിച്ചൂരി അറിഞ്ഞതുപോലുമില്ല. അത്രമാത്രം ഭക്തിയോടുകൂടി ഹൃദയ സാന്നിധ്യത്തോടെയുള്ള നിസ്കാരമായിരുന്നു മുൻഗാമികളുടെ നിസ്കാരം. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹുവിന്റെ വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന്റെ പ്രഥമ രാത്രിയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമയുടെ ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ഫാത്തിമ ബീവിയോട് അലി തങ്ങൾ ചോദിക്കുന്നു, അല്ല ഫാത്തിമ, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? നിനക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? നിന്റെ വാപ്പ എന്നെ കെട്ടിച്ചു തന്നത് നിനക്ക് ഇഷ്ടമല്ലേ ഫാത്തിമ? ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, അല്ലയോ അലിയേ, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും നല്ല വരണയാണ് എന്റെ ഉപ്പ തെരഞ്ഞെടുത്ത് തന്നത്, പിന്നെ എന്തിനാണ് നീ കരയുന്നത് ഫാത്തിമ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ, അങ്ങന്റെ ബെഡ്റൂമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാനിവിടെ ഒറ്റക്കായിരുന്നല്ലോ, ഒറ്റക്കായിരുന്നു. ആ സമയത്ത് എനിക്ക് ഖബറിനെ പറ്റി ഓർമ്മ വന്നു. ഖബറിൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കേണ്ട അവസ്ഥയെ സംബന്ധിച്ച് ഓർമ്മ വന്നു. ഇന്ന് എന്നെ സ്നേഹിക്കാനും എനിക്ക് സന്തോഷം നൽകാനും നിങ്ങളുണ്ട്. പക്ഷേ ഞാൻ മരിച്ചാറടി മണ്ണാകുന്ന ഖബറിന്റെ അകത്തളക്കളിൽ വന്നുപോയാൽ എല്ലാവരും പിരിഞ്ഞു പോകുമല്ലോ. ഈ ദുനിയാവിൽ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളും പിരിഞ്ഞു പോകുമല്ലോ. ആ ഖബറിൽ ഞാൻ ഒറ്റയ്ക്ക് കഴിയണമല്ലോ എന്നോർത്തുകൊണ്ടാ ഞാൻ പൊട്ടിക്കരയുന്നെന്ന് പറയുന്ന ഫാത്തിമ ബീവി അലിയിനോടൊരു ഉപദേശം കൊടുക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ നൽകിയ അവസരമുണ്ടല്ലോ, ഈ വിവാഹത്തിന്റെ പ്രഥമ രാത്രി ഉണ്ടല്ലോ. കുറച്ചു നേരം നമുക്ക് ഇബാദത്ത് ചെയ്തിട്ട്, കുറച്ചു നേരം നമസ്കരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കാം. രണ്ടുപേരും അങ്ങനെ തീരുമാനിക്കുകയാ. വുളു ചെയ്തു പോയി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ കൈകെട്ടുകയാ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുകയാ. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഓതുകയാ. ആ കുറച്ചു നേരമുള്ള നമസ്കാരമുണ്ടല്ലോ, അതെവിടം വരെ ദീർഘിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ? സുബ്ഹി ബാങ്ക് വിളിക്കുന്നത് വരെ ദീർഘിച്ചു പോയി. എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, നാം മനസ്സിലാക്കണം, അവരൊക്കെ നമസ്കാരത്തിലേക്ക് നിന്നപ്പോ പടച്ചവനവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെയായിരുന്നു. പൂർണ്ണമായ ഭക്തിയോടുകൂടി ഹൃദയ സാന്നിധ്യത്തോടുകൂടിയാ അവർ നമസ്കരിച്ചത്. എന്നാൽ
എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമസ്കാരം എങ്ങനെയാ? ഭക്തിയുണ്ടോ? യഥാർത്ഥ ആൺകുട്ടികളുടെയും യഥാർത്ഥ പെൺകുട്ടികളുടെയും മൂന്നാമത്തെ അടയാളമായി ആ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വൽ ഖാനിതീന വൽ ഖാനിതാത്ത്.